നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ഇന്നേ വരെ അവൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പലവട്ടം എനിക്ക് അവളെ ആ തരത്തിൽ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നോട് വൺ സൈഡഡ് പ്രേമമുള്ളതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഇപ്പൊ അവൾക്ക് എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കല്യാണം കൊണ്ട് അങ്ങനൊരു ഉപകാരം മാത്രം എനിക്കുണ്ടായത്. ആശുപത്രിയില് ഞാനും ഗിരിയേട്ടനും ചിരിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ ശാലിനിയുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടതാ. അവൾക്ക് ഇപ്പോഴും ഗിരിയേട്ടനെ ഇഷ്ടമാണ്. ചുമ്മാ ഓരോന്ന് പറയല്ലേ. അവളുടെ മുഖം നോക്കിയിട്ട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനും ഒരു പെണ്ണ, എനിക്കതിന് കഴിയും. ഞാനിപ്പോ എന്ത് വേണം? സത്യം പറയണം. ഗിരിയേട്ടൻ എന്നെ ഇത്രമാത്രം വെറുക്കാൻ കാരണം ശാലിനിയെ നഷ്ടപ്പെട്ടതിന്റെ വിഷമാണോ? ആണെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം. നിനക്കെന്താ വട്ടുണ്ടോ? നിന്നോട് എനിക്ക് അകൽച്ച തോന്നാനുള്ള ഒരേ ഒരു കാരണം നിന്റെ യൂണിഫോമാ. അതല്ലാതെ തൽക്കാലം എനിക്ക് വേറെ ഒരു കാരണവുമില്ല. പക്ഷെ നിന്റെ ഈ സ്വഭാവം തുടർന്നാൽ വൈകാതെ മറ്റ് പല കാരണങ്ങളും എനിക്ക് കിട്ടിയെന്ന് വരും. അതെ, ഇത് എന്റെ മാത്രം സംശയമൊന്നുമല്ല. ഗിരിയേട്ടൻ ശാലിനിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അമ്മയെ സ്വപ്നയടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഞാൻ ശാലിനിയുടെ സ്ഥാനം തട്ടിയെടുത്തുന്നാ എല്ലാവരും വിശ്വസിക്കുന്നത്. ശാലിനി നമ്മുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. നാട്ടുകാർക്ക് എന്തും പറയാലോ. നിന്നെക്കുറിച്ച് ഇങ്ങനെ കുറെ കഥകള് ആളുകൾ പറഞ്ഞു നടന്നിട്ടില്ലേ? എന്നെ ചേർത്തുണ്ടാക്കിയ കഥയിലെ നായകനെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് സാരമില്ല. ആർക്ക് സാരമില്ലെന്ന്? നിന്നെ കല്യാണം കഴിച്ച അന്ന് ഈ വീട്ടിലെ സമാധാനം പോയതാ. ഞാനും എന്റെ അമ്മയും തമ്മിൽ വരെ വഴക്കായി. ഞാൻ പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കാൻ? ഇതും കൂടി കേൾക്കേണ്ട കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിങ്ങനെ തന്നെ വേണം. പാവം കുട്ടിയല്ലേ, കല്യാണം മുടങ്ങിക്കഴിഞ്ഞാ അവളുടെ ഭാവി എന്താവുന്നൊക്കെ ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു പോയി. എന്തിനാ അത്രയും ചിന്തിക്കാൻ പോയത്? കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞ പോരായിരുന്നു? മതിയായിരുന്നു. ഗോപാൽജി അന്ന് കല്യാണത്തിന് നിർബന്ധിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇങ്ങനൊരു സംശയരോഗിയെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. എനിക്കും ഇങ്ങനൊരു കലിപ്പനെ സഹിക്കേണ്ട ഗതികേടും ഉണ്ടാവില്ലായിരുന്നു. വലിയൊരു പോലീസുകാരി, വലിയൊരു ഗുണ്ട. എന്നെപ്പോലൊരു കുട്ടി എന്നെ സ്വീകരിച്ചത് എന്റെ ഭാഗ്യമാ. നാട്ടുകാരെന്നെ കുറിച്ച് പറയുന്ന അനാവശ്യങ്ങളൊക്കെ നീയും കേട്ടിട്ടുള്ളതല്ലേ. അതൊന്നും കാര്യമാക്കാതെ നീ എന്നെ വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. നാട്ടുകാര് പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് അറിയാടാ. പക്ഷേ നിന്നെക്കാളും വലിയ ഫ്രോഡാണ് ഞാൻ. അത് നീ അറിയുമ്പോഴേക്കും കുറേ വൈകും. എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? സഞ്ജുവിനോട് ഞാൻ സത്യം മാത്രമേ പറയൂ. സ്വപ്നയ്ക്ക് ഇതിനു മുമ്പ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ആരോട്? ലാലേട്ടനോട്. എന്റെ ഫേവറേറ്റ് നടന മോഹൻലാല്. ആ ഇഷ്ടമല്ല, ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. എന്താ സഞ്ജുട്ട ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ അത്രക്കാരാണെന്നാണോ ഏട്ടൻ വിചാരിച്ചേ? ഇതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ സ്വപ്നെ പോലെ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടിയെ ഒന്ന് രണ്ടുപേരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്റെ അടുത്ത് അങ്ങനെ ആരും വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ലാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നവര് ഞാൻ ഗിരിയേട്ടന്റെ അനിയത്തിയാണെന്ന് അറിയുമ്പോ വന്ന വഴി ഓടിക്കോളും. അപ്പോ നീ ഇതുവരെ സിംഗിളായി തുടർന്നതിന് ഞാൻ ഗിരിയോടാണ് നന്ദി പറയേണ്ടത്. ഗിരിയേട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആരെയും പ്രേമിക്കില്ല. എന്റെ മുഴുവൻ ജീവിതവും ഒരു പുരുഷന് വേണ്ടി മാത്രം മാറ്റിവെക്കണമെന്ന എന്റെ തീരുമാനം. സഞ്ജുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാത്തിരുന്ന പുരുഷൻ ഇത്രയും നാളും എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെ എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരു ചിന്തയും വന്നിട്ടില്ല.
അതായത് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഒന്ന് പോ സഞ്ജുവേട്ടാ, എനിക്ക് ഈ പ്രേമിക്കുന്നതിനെ പറ്റി ഒന്നും അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതി. അതെന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ സഞ്ജുവേട്ടന് ക്ഷമയില്ല. കല്യാണം കഴിയുന്നവരൊന്ന് ക്ഷമിക്ക്. അത്രയും കാലം എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എത്രയും പെട്ടെന്ന് ഗോപാൽജിയോട് സംസാരിച്ച് നമ്മുടെ കല്യാണം അങ്ങ് തീരുമാനിക്ക്. എന്താ, പറ്റില്ലേ? പറ്റും, പക്ഷേ ഡാഡി ഇത്രയും പെട്ടെന്ന് സമ്മതിക്കും തോന്നില്ല. അല്ലെങ്കിൽ എന്റെ വാക്ക് കേട്ട് ഒരു കല്യാണം നടത്താൻ ശ്രമിച്ചിട്ട് മുടങ്ങിപ്പോയില്ലേ? അതിന്റെ ദേഷ്യത്തില. ഇപ്പൊ ചെന്ന് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഡാഡി എന്നെ ചീത്ത വിളിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കല്യാണം കഴിയാൻ നീ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. സഞ്ജുവേട്ടന് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാ. പക്ഷേ സഞ്ജുവേട്ടനും ക്ഷമയോടെ കാത്തിരിക്കണം. എന്ന് ശരി, ഞാൻ പോട്ടെ. നാളെ കാണാം. എന്നെ കല്യാണം കഴിക്കാതെ സ്വന്തം കാര്യം നടത്താനാ അവന്റെ ഉദ്ദേശം. അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് അവന് ശരിക്കും അറിയില്ല. അവന് വിറ്റ കാശി സ്വപ്നയുടെ കയ്യിലുണ്ട്. എനിക്ക് ഗോപാൽജിയുടെ മരുമകളാവണം. അതിന് എന്ത് കളിയും ഞാൻ കളിക്കും. പതിവില്ലാണ്ട് കാപ്പി അടിപൊളിയായല്ലോ അമ്മേ. താങ്ക് യു. അയ്യേ ദൈവമേ, ഇങ്ങനെയാണോ ഒരു പരപുരുഷന്റെ റൂമിലേക്ക് കയറി വരുന്നത്? ഒരു നാണമൊക്കെ വേണ്ടേ? അത് ശരി, ഇപ്പൊ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തന്നാണോ കുറ്റം? അമ്മയാ പറഞ്ഞ വക്കീൽ ഈ അവസ്ഥയിൽ കിടക്കാണ്, ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാവോന്ന്. ജോലി മാറ്റി വെച്ച് ഇത് ചെയ്ത ഞാൻ ഇത് തന്നെ കേൾക്കണം. അതെ, കുട്ടി ചെയ്തെന്ന് ഉപകാരത്തിനൊക്കെ നന്ദി. അതെ, ഒന്ന് തിരിഞ്ഞേ, ഞാൻ ഈ ബനിയനൊന്ന് ഇട്ടോട്ടെ. ശരി. എന്തിനാ വക്കീൽ ഇത്രയും നാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അങ്ങനെ ഒറ്റ നോട്ടത്തില് പെണ്ണുങ്ങളെ മയക്കുന്ന ബോഡിയൊന്നും അല്ലല്ലോ. ഓ, എനിക്ക് 6 പാക്ക് ഒന്നുമില്ല. നമ്മളൊക്കെ ഈ ഫാമിലി പാക്കുള്ള പാവങ്ങളാണേ. അതെനിക്കറിയാം.